ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിൻ്റെ തേർഡ് സെഷനിലേക്കാണ് പോകുന്നത്. തേർഡ് സെഷനാണിത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫസ്റ്റ് മന്ത് ദ ഇൻകം ഓഫ് മോഹൻ ഇൻക്രീസസ് ബൈ 30%. ഇൻ സെക്കൻഡ് മന്ത് ഹിസ് ഇൻകം ഡിക്രീസസ് ബൈ 30%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഇൻകം ആഫ്റ്റർ 2 months? അപ്പോൾ ഇവിടെ കാണാം 30% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 30% ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരേ എമൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ഇത് -a²/100 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 30%ൻ്റെ കാര്യമാണ്. അപ്പോൾ -30² എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു -30 × 30/100 ക്യാൻസൽ ആവും, ഈക്വൽ ടു -9. -9 മീൻസ് എന്താണ്? 9% ഡിക്രീസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അവിടുത്തെ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 9% ഡിക്രീസ് ഇൻ ദ ഇൻകം ആഫ്റ്റർ 2 months എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമുല ഇതാണ് -a²/100. അടുത്ത ക്വസ്റ്റ്യൻ, 2 successive increments of 30% each is by what percentage more than the 2 successive decrement of 30% each? അപ്പോൾ ഇൻക്രിമെൻറ്റ് മീൻസ് എന്താണ്? കൂടുക, പ്ലസ് ആവുന്നതിനാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഡിക്രിമെൻറ്റ് മീൻസ് ഒരാളുടെ എമൗണ്ട് കുറയുന്നതിനെയാണ് ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് സക്സസീവ് ഇൻക്രിമെൻറ്റിൻ്റെ ഫോർമുല ഇതാണ്, a+b + ab/100 എന്നാണ് ഫോർമുല. ഓക്കെ, ഇവിടെ നമ്മുടെ എ ബി എന്ന് പറയുമ്പോൾ 30 ആണ്. അപ്പോൾ 30+ ഇൻക്രിമെൻറ്റ് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുക. 30 a+b ഓക്കെ തന്നെ 30 + 30 + 30 × 30/100. ഓക്കെ, അപ്പോൾ 60 + 900/100 വിച്ച് ഈസ് ഈക്വൽ ടു 60 + 9 അതുപോലെ 69 നമുക്ക് ആദ്യത്തെ കിട്ടി. ഇപ്പം ഫസ്റ്റുള്ള ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 69. ഇനി ഡിക്രിമെൻ്റ് നോക്കാം. ഡിക്രിമെൻ്റ് സെയിം ഫോർമുലയിൽ നമുക്ക് ഡിക്രീസ് ആണല്ലോ. അപ്പോൾ -30 പ്ലസ് ഫോർമുലയിൽ ബിക്ക് എത്ര? -30 പ്ലസ് -30 × -30/100 ഈക്വൽ ടു -30 -30 പ്ലസ് ഈ -30യും ഈ -30യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 പ്ലസ് ആവും, ബാക്കി 900/100 ക്യാൻസൽ ആവും. -60 + 9/100 വിച്ച് ഈസ് ഈക്വൽ ടു -100 ഇല്ലല്ലോ, 100 ക്യാൻസൽ ആയി, -51 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുക എത്രയാണ് ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് മോർ ദാൻ. അപ്പം ഈ 16 ഡിക്രിമെൻറ്റ്, ഇതാണ് ഡിക്രിമെൻറ്റിനേക്കാൾ എത്ര മോറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മളൊരു മോഡുലസ് വാല്യൂ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ മൈനസ് ആണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് എത്ര കിട്ടും നമുക്ക്? ഇതൊന്ന് നീക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ 69 51 ആയിരുന്നല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 18 ആണ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 18/51 × 100 ആണ് നമുക്കിവിടെ കിട്ടേണ്ട ആൻസർ. കാരണം ക്വസ്റ്റ്യൻ ബൈ വാട്ട് പെർസെൻറ്റേജ് മോർ ദ 2 സക്സസീവ് ഡിക്രിമെൻറ്റ്, എത്രയാണ് സക്സസീവ് ഡിക്രിമെൻറ്റ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2 ഡെസിമൽ വരെ കറക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, 18ഉം 51ഉം ക്യാൻസൽ ആവില്ല. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 17ഉം 51, 17 × 3 ആണ് 51. ഏകദേശം അപ്പോൾ എത്ര വരും? നമുക്കിവിടെ 17 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്ത് നോക്കാം. 17/51 × 100 അപ്പോൾ എന്താ കിട്ടും? 1/3. 1/3% കഴിഞ്ഞാൽ 33.33 ആണെന്നാണ് അറിയാമല്ലോ. 33 ഇപ്പം 1/3% 1/3% 33.33 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര? 17നെക്കാളും കുറച്ച് കൂടുതലാണ് ഈ 18 എന്നുള്ളത്. അപ്പോൾ ഏകദേശം എത്ര വരും? ഒരു 33.33കാലും ഏത് വാല്യൂ ആണ് ഓപ്ഷനിലുള്ളത് അത് വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വാല്യൂ ഓപ്ഷനിൽ 35 എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ആൻസർ അത് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ സോൾവ് ചെയ്താൽ മതി. ഇപ്പം 1800/51 എന്ന് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സിമ്പിളായിട്ട് സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ സിമ്പിളായിട്ട് ജസ്റ്റ് അടുത്ത നമ്പറായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു.
ഫുൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The cost price of an article is decreased by 10% and increased by 20%. If the final price is 540, then the original cost price. Okay, the cost price of the article നമുക്ക് തന്നിട്ടില്ല, അപ്പം അത് എക്സ് എന്നുള്ള കോസ്റ്റ് പ്രൈസ് ആർട്ടിക്കിൾ ഡിക്രീസ് ബൈ 10%. നേരത്തെ പറഞ്ഞു 10/100 ആണ്, അപ്പോൾ 1/10 എന്നാവും. ഡിക്രീസ് ആകുമ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ അതിനകത്ത് 10 - 1 9/10 എന്ന് വരും. അത് അടുത്ത നമുക്ക് 20% ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20% 2/10 അല്ലെങ്കിൽ 1/5. ഇൻക്രീസ് ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 5 + 1 6/5. അപ്പോൾ നമുക്കത് രണ്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിക്രീസ് ആകുമ്പോഴത്തേക്ക് 9/10 ഇൻറ്റു ഇൻക്രീസ് ആയപ്പോൾ എത്ര 6/5 കൂട്ടിയപ്പോൾ എത്ര കിട്ടി 540 എന്ന റുപ്പീസ് ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ്, അല്ലെങ്കിൽ ഇതാണ് കോസ്റ്റ് പ്രൈസ്. എക്സ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ന്യൂമറേറ്റർ നോക്കാം. 9 × 6 9 6 54 അല്ലേ, ഇവിടെ 54 അല്ലേ, അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ ഇവിടെ 1 × 0. അപ്പോൾ ഈ താഴെയുള്ള 5 × 10 × 5 50 ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ 50 × 10 which is equal to കോസ്റ്റ് പ്രൈസ് നമുക്ക് 500 റുപ്പീസാണ് കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടും. ഇത് റുപ്പീസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 500 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ് ബൈ R%. ഏതൊരു വസ്തുവിൻ്റെ റേറ്റ് R% കൂടി. ദ ന്യൂ പ്രൈസ് വാസ് ഡിക്രീസ് R% ലേറ്റ്. എന്നിട്ട് ആ പുതിയ പ്രൈസ് എന്ത് ചെയ്തു? R% ഡിക്രീസ് ആയി. നൗ ദ ലേറ്റസ്റ്റ് പ്രൈസ് ഈസ് ₹1. ഇപ്പോഴത്തെ പൈസ 1 രൂപയാണ്. വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ? ആർട്ടിക്കിളിൻ്റെ ശരിക്കും ഉണ്ടായിരുന്ന പൈസ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. എക്സിൻ്റെ കൂടെ R% അടുത്ത കൂടിയതാണ്. അപ്പം കോസ്റ്റ് പ്രൈസ് 100 ആയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ R% കൂടി ബൈ 100 ഇൻറ്റു അടുത്തതിൽ പ്രൈസ് 100 കുറഞ്ഞു, 100 - R/100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് പ്രൈസ് ആണ് ₹1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിലൂടെ 2 അൺനോൺ വരാൻ ചാൻസ് ഉണ്ട്, കാരണം എക്സും ആറും ഉള്ളതുകൊണ്ട്. നോക്കാം. ഇതിപ്പോൾ മുകളിലുള്ളത് A + B ഇൻറ്റു A - B അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു A + B ഇൻറ്റു A² - B² ആണ്. അപ്പോൾ എത്രയായിട്ട് മാറും? മുകളിൽ എക്സ് ഇൻറ്റു 100² - R² ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇത് ഈ 100 × 100 നമ്മൾ പോകുമ്പോഴത്തേക്ക് 1 2 4 0 ഡിവൈഡ് ബൈ 100² - R². നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു, 2 4 0 താഴത്തേലും 4 0 - R². ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.